അത് അതിൽ കുറെ പിന്നെ ഞാനൊന്നും തിരുത്താൻ നിന്നിട്ടില്ല. അതിലെനിക്ക് തിരുത്താന് പറയണ കുറേ ഇപ്പം എന്താ പറയാ എന്തിന് കുറേ പറയാനുണ്ടല്ലോ. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, പിന്നെയും എന്തിന് നമ്മളെ കൂടെയുള്ളവരെ തന്നെ നെഗറ്റീവ് പറയുന്നത്, അതും ഞാൻ സഹിക്കണ്ടേ. അതുകൊണ്ട് ഞാൻ പിന്നെ മിണ്ടാൻ നിന്നിട്ടോ ഇതാക്കിയിട്ടോ അതിൻ്റെ ബാക്കിൽ ഫോക്കസ് ചെയ്ത് പോയിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ എന്താ പറ്റി ശരിക്കും ഓന് എന്താ പറയാ, എനിക്കൊരു ഉറപ്പുണ്ട് ഒരാൾ പേഴ്സൺ എന്തോ പറഞ്ഞ് പേടിച്ചിട്ടാറ്റെന്തോ ചെയ്തതാണ്, അല്ലെങ്കിൽ ഇപ്പം വേറെന്തോ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. ചിലപ്പോൾ ഞാൻ അറിയോന്ന് പേടിച്ചിട്ടായിരിക്കാം. കാരണം ഓൾറെഡി പ്രശ്നം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഇതായിട്ടാണല്ലോ ഗൾഫിലേക്ക് പോയത്. അതുകൊണ്ടാണോ, അങ്ങനെ പല ഡൗട്ടാണ്. വെച്ചാൽ ആരെങ്കിലും ഒന്നും പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും ഇതാവോ, അല്ലെങ്കിൽ ജസ്റ്റ് മോനും ഇപ്പൊ ഒരാളെ പറഞ്ഞ ഞാൻ ഇത് പബ്ലിഷ് ചെയ്യും, പ്രത്യേകിച്ച് സെലിബ്രിറ്റി ആണ്, ഒക്കെ ഓളെ വില അറിയില്ല. സത്യം പറഞ്ഞ ഓള് ഏത് സ്റ്റേജിലാണുള്ളത്, ഓളെ ആരാണ്, ഓളെ ഇത്തിരി സ്നേഹിക്കുന്ന ആളുണ്ട്, ഒക്കെ അറിയില്ല. കാരണം ഞാനാണ് അൺഎക്സ്പെക്റ്റഡ് എല്ലാം ചെയ്ത്, വീഡിയോ എടുക്കുന്നത് ഞാനാണ്, ഫോട്ടോ എടുക്കുന്നത് ഞാനാണ്, എഡിറ്റ് ചെയ്യുന്നത് ഞാൻ, എല്ലാം മൊത്തത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ അയാളുടെ വില അറിഞ്ഞിട്ടില്ല സ്വയം.